അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നൊരു സംഗതി, ഈ മുഹദ്ദിസുകൾ ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ ഇവരൊക്കെ മധ്യേഷ്യയിൽ ഏറെക്കുറെ അടുത്തടുത്ത് പ്രദേശങ്ങളിൽ അടുത്ത കാലങ്ങളിൽ ജീവിച്ചവരാണ്. ഇവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഹദീസുകൾ ഹദീസുകൾ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ മുസ്തഫ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, മുസ്തഫയെ പോലുള്ള ആളുകൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, ഇവർ എവിടെയെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞോ ഞങ്ങളിത് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴും അവരുടെ ഗുരുനാഥൻ, ആ ഗുരുനാഥൻ്റെ ഗുരുനാഥൻ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്ന ആ നിവേദക പരമ്പര ഓരോന്നും എണ്ണി പറഞ്ഞിട്ടാണ് അവർ ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. ഇനി അങ്ങനെ ഇവിടം മുതൽക്ക് അവിടം വരെ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ അവരവിടെ പറയും ഈ ഇന്ന സ്ഥലത്ത് അറ്റുപോയിട്ടുണ്ട്. അതിനവർ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്, മുർസൽ, മുങ്കത്ത്, മുഅല്ലൽ എന്നൊക്കെ പറഞ്ഞിട്ട്. മുസ്തഫ പറഞ്ഞ മാതിരി യാതൊരു വളയുമില്ലാതെ ചാടുകയായിരുന്നില്ല ഈ മുഹദ്ദിസുകൾ ചെയ്തിട്ടുള്ളത്. അവർ കൃത്യമായിട്ട് ഈ ആളുകളെ ഒക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് ഇന്ന ആളോട് പറഞ്ഞ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന ആൾ കേട്ടു എന്നാണ് പറയുന്നത്. ആ വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ഈ ഹദീസ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയാൻ മാത്രമല്ല അവർ ചെയ്യണത്. ഈ കിട്ടിയിട്ടുള്ള കണ്ണികളെ ഓരോരുത്തരെയും പഠനവിധേയമാക്കിയിട്ട് അവരിൽ ആര് കൊള്ളാവുന്നവരാണ്, ആര് തള്ളേണ്ടവരാണ് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഹദീസിൻ്റെ ലൈഫും സിഹത്തും ഒക്കെ തീരുമാനിക്കുന്നത്. ഇത് മുസ്തഫക്ക് അറിയാത്തതല്ല. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് മുസ്തഫ ഈ നിലക്ക് കലി തുള്ളുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ ആരെങ്കിലുമായിട്ട് ഗൂഢാലോചന നടത്തി എന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? ആരുമായിട്ട് ഗൂഢാലോചന നടത്തി, എപ്പോൾ നടത്തി, എവിടെ വെച്ച് നടത്തി, എന്തിനു നടത്തി? ഇവിടെ മുസ്തഫ പറയുന്ന അനുസരിച്ച് മുആവിയയുടെ അല്ലെങ്കിൽ ഉമവികൾക്ക് വേണ്ടിയാണ് ഈ 6 ആളുകളും പണിയെടുത്തത്. പക്ഷേ മുആവിയൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഉമവികൾ ഇവർ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ എത്രയോ മുമ്പ്, ഒരു 100 കൊല്ലം മുമ്പെങ്കിലും മരിച്ചുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ പിന്നീട് വന്നിട്ടുള്ള അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെ പറ്റിയാണ് മുസ്തഫ പറയുന്നത് ഇവർ മുആവിയൻ്റെ അല്ലെങ്കിൽ ഉമവികൾക്ക് വേണ്ടി ഹദീസ് എഴുതിയുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ആ പൊട്ടത്തരം ഒന്ന് നടക്കട്ടെ. ഇതിന് ഒരു സാമാന്യ മനുഷ്യന് സത്യസന്ധത പുലർത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ ഇമാമുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചു ആയതുകൊണ്ട് അവർ കേസ് കൊടുക്കില്ല എന്ന് ഏതായിരുന്നാലും മുസ്തഫക്ക് ഉറപ്പിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ പിന്നാലെ നടന്നിട്ട് അവരെ ശല്യം ചെയ്യാനുള്ളത് മുസ്ലിങ്ങളുടെയും രീതിയല്ല. അതുകൊണ്ടാണ് മുസ്തഫ സ്വതന്ത്രമായിട്ട് ഇതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നത്. അതിൻ്റെ അടുക്ക് മൂപ്പരൊരു വെടി പൊട്ടിച്ചിരുന്നു. ചേകരൂരിനെ കൊന്നതുപോലെ തന്നെയും കൊന്നു കളയുന്ന ആരോ ഭീഷണിപ്പെടുത്തി. പക്ഷേ പോലീസുകാർ അതിൽ അവർ അത് ജാഗ്രതയോടെ കൈയാളില്ലാന്നിട്ട് ആ പരിപ്പ് വെന്തില്ല എന്നുള്ളത് വേറെ സംഗതിയാണ്. ഇവരൊക്കെ മുസ്ലിം സമൂഹം ഇവരൊക്കെ കൊന്നൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇവരൊക്കെ വരുത്തി തീർക്കണത്. എന്നാലേ ഇവർക്ക് മാർക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആരെ സംബന്ധിച്ചാണ് അവർ മറ്റുള്ളവരുമായി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത്? ഇതിൻ്റെ തെളിവെന്താ? വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പോരല്ലോ. അങ്ങനെ വിളിച്ചു പറയുന്ന ആളുകളുടെ ഗതി എന്തായിരിക്കുന്നു? അള്ളാഹു അവരെ സംബന്ധിച്ച് ഏത് ഗണത്തിലാണ് അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഖുർആൻ പറയുന്നുണ്ട്. അവരെ കളവ് പറയുന്ന ആളുകളെ കൂട്ടത്തിലാണ് ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇഫ്തിറാ എന്നാണ് ഖുർആൻ്റെ ഭാഷയിൽ അതിന് പറയാം. ഇല്ലാത്ത കാര്യം കെട്ടിപ്പറയുക, മുഫ്തരി. അപ്പോൾ ഇങ്ങനെയുള്ള മുഫ്തരിയായ ഖാദിബായിട്ടുള്ള കള്ളം പറയുന്ന ഒരു മനുഷ്യൻ എന്നതേ മുസ്തഫയെ സംബന്ധിച്ചും മുസ്തഫയെ പോലുള്ള ആളുകളെ സംബന്ധിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അവർ തെളിവ് സമർപ്പിക്കട്ടെ. ഇമാം ബുഖാരി ആരുമായിട്ട് എവിടെ വെച്ച് എന്തിന് ഏത് ഡേറ്റിൽ ഏത് മാസത്തിൽ എവിടെ വെച്ചാണ് ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത്?
ഇമാം ബുഖാരി ഉമ്മൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ കുട്ടിക്കാലത്ത് ഹജ്ജിന് പോയി. മുസ്തഫക്കുള്ള ഏറ്റവും വലിയ വേവലാതി അതാ. എന്നിട്ട് ഉമ്മൻ്റെയും കുടുംബക്കാരുടെ കൂടെ അങ്ങോട്ട് തിരിച്ചു പോരാതെ അവിടെ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും എടുത്തു പറയാവുന്നൊരു ഗുണമാണ് അയാൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളത്. ഇതുപോലും ഒരു ബുഖാരിക്കുള്ള ഒരു വീക്ക്നെസ്സായിട്ടാണ് മുസ്തഫ ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഈ ബുഖാരിയുടെ ഈ പഠനത്തെ സംബന്ധിച്ച് ചരിത്രത്തിലെമ്പാടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഒത്താശക്കനുസരിച്ച് ബുഖാരി തനിക്ക് കിട്ടിയിട്ടുള്ള ഹദീസ് അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ടോ? അതോ ഭരണാധികാരിയുടെ ആജ്ഞ നിരസിച്ചുകൊണ്ട് അദ്ദേഹം അയാളോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണോ ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഫലമായി ബുഖാരി അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയതാണ്. പക്ഷേ മുസ്തഫക്കൊന്നും കാണേണ്ട കാര്യമല്ല. മുസ്തഫക്ക് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ബുഖാരി അത് തള്ളണം. ബുഖാരി തള്ളിയാൽ പിന്നെ ഇസ്ലാമിൻ്റെ വലിയൊരു ഭാഗമായിട്ട് ഒഴിവായി കിട്ടിയല്ലോ. ഇതാണ് മുസ്തഫയുടെ ഉള്ളിലിരിപ്പ്. അതിനു വേണ്ടി എന്തൊക്കെയോ കളവുകൾ കെട്ടി പറയാം. അപ്പോൾ ഇത് പറയുമ്പോൾ മുസ്തഫയെ വ്യക്തിപരമായി എന്താണ് വിമർശിക്കുകയാണെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പോൾ മുസ്തഫയുടെ കഴുകൻ്റെ ഇറച്ചി ആർക്കും പറ്റൂല, കഴുകൻ എല്ലാവരും ഇറച്ചിയും പറ്റുന്നതാണല്ലോ എന്നതുപോലെയാണോ ഇത്തരം ആളുകൾ ഇതിനെയൊക്കെ കാണുന്നത്? വലിയ തമാശ ഉള്ളൊരു സംഗതിയാണത്. ഒരു സംഗതി പറയുമ്പോൾ അത് ആരാണ് പറയുന്നത് അയാളെ നിരൂപണ വിധേയനാക്കേണ്ടി വരും. അയാൾ പറഞ്ഞത് കളവാണെങ്കിൽ കളവാണെന്ന് വെട്ടിത്തുറന്ന് പറയേണ്ടി വരും. അയാളുടെ തെളിവെന്താണെന്ന് അന്വേഷിക്കേണ്ടി വരും. ആ തെളിവ് സമർപ്പിക്കാത്ത കാലത്തോളം അയാൾ കള്ളം പറയുകയാണെന്ന് തീരുമാനിക്കേണ്ടി വരും. ഇതാണ് ഇത്തരം ആളുകളെ സംബന്ധിച്ച് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യരെ ആരായിരുന്നാലും അത്തരം ആളുകളെ വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യുകയോ വിമർശിക്കുകയോ അല്ല ഇവിടെ ഉദ്ദേശിക്കും. ഇവിടെ നമ്മളൊരു തത്വമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പരാമർശങ്ങളിൽ ഇത്തരം ആളുകളുടെ പേര് പറയേണ്ടി വരും. അത് ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഗതി. അല്ലെങ്കിൽ പിന്നെ അവരും ഉണ്ടാക്കണം. അത് അവരും ഉണ്ടാതിരിക്കാത്ത കാലത്തോളം നമുക്കും ഉണ്ടാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മുസ്തഫ വ്യക്തമാക്കേണ്ടത് താൻ ഈ ആരോപിക്കുന്ന ആരോപണത്തിൻ്റെ തെളിവ് എവിടെ നിന്ന് കിട്ടി, ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ്, വിശ്വാസയോഗ്യമായിരിക്കണം. ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എവിടെയെങ്കിലും എഴുതി വെച്ചത് നമ്മൾക്ക് സ്വീകാര്യമല്ല. ഏത് ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ്, വിശ്വാസയോഗ്യമായ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഗൂഢാലോചന മുസ്തഫ കണ്ടുപിടിച്ചിട്ടുള്ളത്? അതോ മുസ്തഫ സ്വന്തമായിട്ട് കെട്ടിച്ചമച്ച ഒരു ദുരാരോപണമാണോ? ഇതാണ് മുസ്തഫയും ആളുകളും വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കാത്ത കാലത്തോളം ഇവർ കള്ളം പറയുന്നവരാണ് എന്ന് നമ്മൾക്ക് തീരുമാനിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത.